ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഡയറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഒരു പാക്കറ്റാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മതിയെ ഈ ക്രീം കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഈ പാക്കറ്റിനകത്ത് നമ്മൾ കണ്ടേക്കുന്ന 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളുടെ കസ്റ്റേർഡ് പൗഡറാണ്, ഒരെണ്ണം കാരമലിൻ്റെ പാക്കറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒന്നെങ്കിൽ നമുക്ക് 4 ഐസ്ക്രീം കപ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബൗൾ എടുക്കുക, അതിനകത്ത് 500 ml പാല് അളവിനകത്ത് ഉള്ളത് നമ്മൾ ഒരു ബൗൾ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു പാക്കറ്റിന് വേണ്ടി 500 ml പാലാണ് ഈ വേണ്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഡയറക്റ്റ് പാൽ, വെള്ളം ഒട്ടും ഒഴിക്കല്ലേ. പാലിനകത്ത് നമ്മൾ ആ കസ്റ്റേർഡ് പൗഡർ ഒരു ചൂട് പാലായി കഴിയുമ്പോഴത്തേക്കിന് കസ്റ്റേർഡ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇടുമ്പോഴത്തേക്കിന് നല്ലോണം മിക്സാക്കി ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് തിളച്ച് വറ്റി വരണം പാല്. ഒന്നൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനാണ് ഈ പുഡിങ്ങിനൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങളൊന്ന് പാലൊന്ന് വറ്റിച്ചിട്ട് ഈ പുഡിങ് പൗഡർ ഒന്ന് ഇട്ട് നോക്കുകയാണേ. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്, അടിപൊളി ടേസ്റ്റാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ ആദ്യം ബൗളിൽ കാരമൽ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഈ പാക്കറ്റിലെ റെസിപ്പി എങ്ങനെയാണെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസും പിന്നെ ഡയറക്ഷൻസും ഒക്കെ ഞാൻ ഈ കാണിച്ചേക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. ഈ പാക്കറ്റിൻ്റെ പുറമാകും ഒക്കെ കാണിച്ച് തന്നേക്കുന്നതെന്ന്. അപ്പോൾ ഇത് UAE കിട്ടുന്നത് സഫ കമ്പനിയുടെ ക്രീം കാരമൽ വനില ഫ്ലേവറിലെ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണെന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണത്തില്ലേ പുഡിങ് എങ്ങനെ ഇരിക്കും. നമ്മൾ എല്ലാം ആ പാക്കറ്റിലെ എല്ലാം കാണിച്ചിട്ടുണ്ട്, ഡയറക്ഷനും അതിൻ്റെ എന്തൊക്കെയാണ് അതിന് ചേർത്തേക്കുന്ന അവരുടെ പാക്കറ്റ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഇത് പുഡിങ് ഞാനൊരു 5 hours നമ്മളുടെ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടാണ് ഇതെടുത്തത്. അതിൻ്റെ ശേഷം നമ്മൾ ഈ കാരമലും കൂടെ മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എനിക്ക് അത്രയും ഡെക്കറേഷൻ ഒന്നും അറിയത്തില്ല ചെയ്യാൻ. ഞാൻ വെറുതെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിച്ചിരി ഇങ്ങനെ സ്പ്ലിറ്റായിപ്പോയി. പിന്നെയും ഒരു 2-3 hours കഴിഞ്ഞ് എടുത്തപ്പോഴത്തേക്കിന് നല്ല അടിപൊളി പുഡിങ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡയറക്റ്റ് നമുക്കിങ്ങനത്തെ പുഡിങ് പാക്കറ്റ് കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പുഡിങ് റെഡി ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ ഫ്രിഡ്ജ് വെച്ച് കൊടുത്താൽ നമുക്ക് അടിപൊളി പുഡിങ് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പോൾ ഇനിയും വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.